പൊറാട്ടയും ബീഫും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ? അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കോമ്പിനേഷനാണ് നെയ്ച്ചോറും ചിക്കൻ കടായിയും. ഇതുപോലെ നെയ്ച്ചോറ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഗ്രേവി ടൈപ്പിലുള്ള ചിക്കൻ കടായി ചേർത്ത് കഴിക്കാൻ വല്ലാത്ത രുചിയാണ്. നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ മുഴുവനായിട്ട് പൊരിച്ചെടുക്കുക. 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതിയാവും. ഒരു 75-80% വെന്താൽ മതി. ബാക്കി കടായിയുടെ ഗ്രേവിയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ചിക്കൻ കടായിക്ക് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് ചിക്കൻ പൊരിച്ച അതേ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സവാള മിക്സിയുടെ ജാറിയിട്ടൊന്ന് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അരച്ചെടുത്താൽ നല്ല ഗ്രേവി ടൈപ്പിൽ കിട്ടും, അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്കിനി നെയ്ച്ചോറിനുള്ള പരിപാടി തുടങ്ങാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളകൊക്കെ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം 2 സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇതുപോലെ നിറം മാറി വന്നതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇനി നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയുടെ ഇരട്ടി അളവ് വെള്ളം എടുത്താലും കുഴപ്പമില്ല. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഇതുപോലെ നന്നായി തിളച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയെടുത്ത 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്കതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നേരത്തെ സവാള വഴറ്റിയെടുത്ത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറ് 5 മിനിറ്റോളമായി. ഇതുപോലെ റൈസ് തിളച്ച് വരുന്ന സമയത്ത് തീ നന്നായി കുറച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നെയ്ച്ചോറിലെ വെള്ളം വറ്റുകയും അരി വേവാതാവുകയും ചെയ്യും. ഈ സമയത്തൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി തീ കുറച്ച് വെക്കുക. ഇനി അടച്ച് വെച്ച് ബാക്കി വേവിച്ചെടുക്കുക. ഒരു 8 മിനിറ്റ് കൂടെ വേവിച്ചെടുത്തപ്പോഴേക്കും നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്ച്ചോറിലേക്ക് അവസാനമായിട്ട് നല്ല പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. 6 kg ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യ് ചേർത്തതിൻ്റെ ശേഷം അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചെറിയൊരു കല്ലും കൂടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വന്നാലും ദമ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇനി കടായിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കുക. 2 ചിക്കൻ മാഗി ക്യൂബും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കടായിലെ മെയിൻ ഘടകമായ ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടെയാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ പൊരിച്ചെടുത്ത ചിക്കനും കടായിയുടെ മസാലയും കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം ചേർത്ത് കറി രൂപത്തിലാക്കരുത്. ചിക്കൻ കടായി ഒരു ഗ്രേവി ടൈപ്പിലായിരിക്കും. എന്നാൽ തന്നെ ഇതിൽ കുറച്ചധികം വെള്ളമായിട്ടുണ്ട്. ഞങ്ങൾ 10-15 പേർക്ക് കഴിക്കാനുള്ള കറി ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞാൽ ഇവിടെ അടി നടക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ചേർത്തിട്ടുണ്ട്. ഇത്രത്തോളം വെള്ളം വേണമെന്നില്ല. വെള്ളം കുറച്ച് വെച്ചാൽ മതി. ഗ്രേവി ടൈപ്പിലാകുമ്പോഴാണ് ചിക്കൻ കടായിക്ക് അതിൻ്റെ തനതായ രുചി കിട്ടുക. 2 ക്യാപ്സിക്കം മുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് 10-15 മിനിറ്റോളം ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കടായും റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ദം പൊട്ടിച്ചിട്ട് ഇളക്കി കൊടുത്തിരുന്നു. റൈസെല്ലാം പാകത്തെ വേവായിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്.
അതുപോലെ നമ്മുടെ കടായി റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റോളം വേവിച്ച് തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതായിരുന്നു. നല്ല ഗ്രേവി ടൈപ്പിൽ അടിപൊളി കടായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ആവശ്യത്തിനുള്ള നെയ്ച്ചോറ് പാത്രത്തിലേക്ക് വിളമ്പിയതിൻ്റെ ശേഷം ചിക്കൻ കടായി കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല ഗ്രേവി ടൈപ്പിൽ അടിപൊളി ചിക്കൻ കടായിയാണ്. ഈ നെയ്ച്ചോറും കടായും കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ പരിപാടിക്കോ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ വേഗത്തിൽ നല്ല രുചിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണിത്, നെയ്ച്ചോറും ചിക്കൻ കടായും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.